നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ആ ഒരു സാധനം നമുക്കൊരു ദിവസം സ്വന്തമാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഓൾറെഡി അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പം പാക്കൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇൻറ്റലിനൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത്. കടയിൽ നിന്ന് വാങ്ങിച്ചു, കാരണം ഓൺലൈനിൽ നിന്നും കടയിൽ നിന്നും റേറ്റ് വ്യത്യാസമുള്ളത് കൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ബ്രാൻഡ് Asus ആണ്. അപ്പോൾ Asusൻ്റെ ഒരു ഗെയിമിംഗ് ലാപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. Asusൻ്റെ ഒരു അടിപൊളി ഗെയിമിംഗ് ലാപ്പാണ്. അപ്പോൾ നമ്മൾ വർക്കിനൊക്കെ ആവശ്യം എഡിറ്റിങ്ങിനും പിന്നെ ലൈവ് പർപ്പസിനും ഫോട്ടോഷോപ്പ് അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒട്ടനവധി ആവശ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗെയിമിംഗ് ലാപ്പ് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ലാപ്പിൻ്റെ ബാഗിൻ്റെ കൂടെ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല, ചാർജർ തന്നെ ഉള്ളൂ. ഈ ലാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഏകദേശം 2.5 കിലോ ഇത് വെയിറ്റ് ഉണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. ആ ഒരു ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിങ് വളരെയധികം മികച്ചത് തന്നെയാണ്. അപ്പോൾ ലാപ്പിൻ്റെ ആ ബോക്സിൻ്റെ കൂടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചാർജർ മാത്രമേ നമുക്കുള്ളൂ. ചാർജറും പിന്നെ അത് ചെറിയൊരു അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ചെറിയൊരു ചാർജർ, പിന്നെ അതിൻ്റെ ചെറിയൊരു യൂസർ മാനുവലാണ് നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ വേറെ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് കിട്ടിയിട്ട് ബാഗും കീബോർഡും മൗസൊക്കെ അവർ തന്നു, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട്, എന്താണെന്നറിയില്ല. ഏതായിരുന്നാലും ഇതാണ് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ചെറിയൊരു യൂസർ മാനുവലും പിന്നെ വാറൻറ്റി ഉണ്ട്. പിന്നെ ഇതേ പറഞ്ഞു ചാർജർ അതിൻ്റെ ഒരു എന്താണുള്ളത്. അപ്പോൾ 2 വ്യത്യാസമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ചാർജറുമ്മേൽ Asus എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ എഴുതിയതായിട്ട് കാണാം. അപ്പോൾ ഒരു അടിപൊളി ലാപ്പാണ്. ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പവർ നമുക്കുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്പ്. Asusൻ്റെ ഒരു i5 ആണ് കേട്ടോ ഈ ലാപ്പ് എന്ന് പറയുന്നത്. ഗെയിമിംഗ് ലാപ്പാണ്. നല്ല ഡിസൈനോട് കൂടിയതുണ്ടോ. നമ്മൾ ആ ഒരു പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ ആ ഒരു കീബോർഡുമ്മൽ ഒരു LED പോലെ ലൈറ്റ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഇത് 8GB റാമാണ് വരുന്നത്. അപ്പോൾ 8GB റാം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഉണ്ട്. പിന്നെ ബോഡിമേലൊക്കെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആ ഒരു മൗസിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്പേസ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ അവിടെ HDMI പോർട്ട്, പിന്നെ അങ്ങനെ തുടങ്ങി ഇന്റൽ കോർ i5 ആണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എഴുതി കാണാം. ഈ ഒരു ലൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു സംഭവമായി. ഇത് പിന്നെ നമ്മൾ ഫോട്ടോഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് തന്നെ ചെയ്തു വന്നതാണ്. പിന്നെ ഇത് 4GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം തന്നെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ നമുക്കത് മതിയാകും. പിന്നെ 1TB SSD ആണിത് വരുന്നത്. അത്യാവശ്യം നല്ലുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15.6 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഉണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ വിഷ്വലുകൾ കാണാനൊക്കെ. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് നമ്മൾ ഒരുപാട് തിരഞ്ഞെടുത്ത് ശേഷമാണ്, അതായത് നമ്മൾ നോക്കി സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മളെടുത്തത്. കടയിൽ നമ്മൾ വിളിച്ച് ചോദിച്ചതിന് ശേഷം അവർ നമുക്കത് എത്തിച്ച് തന്നു. അപ്പോൾ ആ ഒരു റേറ്റിന് തന്നെ നമുക്ക് അവർ സെറ്റാക്കി തന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വാങ്ങിയ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ അവരൊരു ബാഗ് തന്നു. പിന്നെ വേറെ കുറച്ച് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നു. പിന്നെ അത് ക്ലീൻ ആക്കാനുള്ള ഒരു സംഭവം തന്നു. പിന്നെ ഇതിൻ്റെ ഒരു ലാൻ പോർട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു HDMI പോർട്ട്, പിന്നെ 2 USB പോർട്ട്, ഒരു C ടൈപ്പ്, പിന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ പോർട്ടാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം നല്ലൊരു ലുക്കോട് കൂടി തന്നെയുള്ള ഒരു സംഭവമാണ് ഗെയിമിംഗ് ലാപ്പ്. Asusൻ്റെ ആണ്. അപ്പോൾ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ എടുത്തതാണ്. ഏതായിരുന്നാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.